അതിൻ്റെ സംഘടനാ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്തത്രക്ക് ശക്തമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾ നടത്തിയ ഒരു തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെയും വലിയ വിജയപ്രതീക്ഷ അവർക്കുണ്ട്. ഇപ്പോൾ എനിക്കൊപ്പം ആസിഫ് മുഹമ്മദ് അവിടെ നിന്ന് ചേരുന്നുണ്ട്, ബിനിൽ ലീല സാബു കൂടെയുണ്ട്. ആസിഫ് എപ്പോഴാണ് ഇവിടെ പാലക്കാട് എന്ന പോലെ തന്നെ 8 മണിക്ക് തന്നെ ആരംഭിക്കും? തയ്യാറെടുപ്പുകളെല്ലാം പൂർത്തിയായി കഴിഞ്ഞോ? എവിടെയാണ് ആസിഫ് ഉള്ളത്? എന്താണ് വിവരങ്ങൾ? തീർച്ചയായും ഞാനിപ്പോൾ വോട്ടെണ്ണൽ നടക്കുന്ന കേന്ദ്രത്തിന് പുറത്താണ് ഉള്ളത്. ചെറുതുരുത്തി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ. ഇപ്പോൾ ഇവിടെ എല്ലാ നടപടികളും പൂർത്തിയായി കഴിഞ്ഞു. അല്പസമയത്തിനകം തന്നെ വോട്ടെണ്ണലിലേക്ക് കാര്യങ്ങൾ കടക്കുകയും ചെയ്യും. 13 റൗണ്ടാണ് ചേലക്കര നിയമസഭാ മണ്ഡലത്തിലെ വോട്ടെണ്ണലിന് ഉള്ളത്. ഇതിൽ ഓരോ റൗണ്ടും നിർണായകമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആദ്യത്തെ 4 റൗണ്ടുകളിൽ LDF ലീഡ് ചെയ്യാനുള്ള സാധ്യതയാണുള്ളത്. കാരണം വരവൂര്, ദേശമംഗലം, വള്ളത്തോൾ നഗർ LDFന് വലിയ ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്ന പഞ്ചായത്തുകളാണ് ആദ്യ റൗണ്ടുകളിൽ ആദ്യ 4 റൗണ്ടുകളിൽ എണ്ണുക. ഈ 4 റൗണ്ടുകളിൽ LDFന്റെ ഭൂരിപക്ഷം എത്രത്തോളം ഉണ്ട് എന്നതിനെ ആശ്രയിച്ചിരിക്കും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആര് വിജയിക്കുമെന്ന് പറയാൻ കഴിയുക. കാരണം LDF വലിയൊരു ലീഡ് ഈ ഒരു 3 പഞ്ചായത്തുകളിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 4 റൗണ്ടുകളിൽ ആർക്കൊപ്പം എന്ന് അറിയണമെങ്കിൽ 4 റൗണ്ടുകളിലെ LDFന് ലഭിക്കുന്ന ഭൂരിപക്ഷം നോക്കേണ്ടി വരും. ആദ്യ 4 റൗണ്ടുകളിൽ UDF ലീഡ് നേടിയാൽ പിന്നീട് UDFന് തിരിച്ചുപോക്കുണ്ടാവില്ല എന്ന് മാത്രമല്ല വലിയൊരു ഭൂരിപക്ഷത്തിലേക്കായിരിക്കും UDF വിജയിച്ച് കയറുക എന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ ആദ്യ 4 റൗണ്ടുകളിൽ UDF ഭൂരിപക്ഷത്തിലേക്ക് എത്താനുള്ള സാധ്യത കുറവാണ്. കാരണം നമുക്ക് കഴിഞ്ഞ കാലത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെയും ലോക്സഭാ തെരഞ്ഞെടുപ്പുകളുടെയും ചരിത്രം എടുത്തു കഴിഞ്ഞാൽ LDFനൊപ്പം തന്നെ നിലയുറപ്പിക്കുന്ന പഞ്ചായത്തുകളാണ് ഇവ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും LDFന് വലിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു 3 പഞ്ചായത്തുകൾ, അതായത് 4 റൗണ്ടുകളിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പിന്നീട് വരുന്ന റൗണ്ടുകളിലാണ് UDFന് ഒരു മേൽക്കൈ ഉണ്ടാകാൻ സാധ്യതയുള്ളത്. അത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം UDFന് നേരിയ രീതിയിലെങ്കിലും ലീഡ് ഉയർത്താൻ കഴിഞ്ഞ പഞ്ചായത്തുകളാണ് പിന്നീട് വരുന്നത്. പാഞ്ഞാള്, ചേലക്കര, കൊണ്ടാഴി ഈ റൗണ്ടുകൾ എണ്ണുമ്പോഴാണ് ഇത്തരത്തിൽ പിന്നീടുള്ള ഈ 4 റൗണ്ടുകൾ എണ്ണുമ്പോഴാണ് UDFന് ഒരു ലീഡ് ഉയർത്താൻ കഴിയുക. ആദ്യത്തെ 4 റൗണ്ടിൽ LDF ഒരു 6000-ന് മുകളിലേക്ക് ഭൂരിപക്ഷത്തിൽ പോയാൽ ഒരുപക്ഷെ LDFന് ഒരു സുരക്ഷിതമായ സ്ഥാനം നിലനിർത്താൻ കഴിയുമെന്നൊക്കെ പ്രതീക്ഷിക്കുന്നു. കാരണം പിന്നീട് വരുന്ന ഈ പാഞ്ഞാളും കൊണ്ടാഴിയും അടക്കമുള്ള ചേലക്കരയും കൊണ്ടാഴിയും അടക്കമുള്ള പഞ്ചായത്തുകളിൽ UDFന് അത്രത്തോളം ലീഡ് ഉയർത്താൻ കഴിയുമെന്നുള്ള സംശയമാണ്. അല്ലെങ്കിൽ അതിന് UDFന് അനുകൂലമായൊരു ട്രെൻഡ് ആദ്യത്തെ 4 റൗണ്ടുകളിൽ തന്നെ ഉണ്ടാവേണ്ടി വരും. പിന്നീട് ഈ 6 പഞ്ചായത്തുകൾ കഴിഞ്ഞാൽ പിന്നീട് എണ്ണുന്ന 3 പഞ്ചായത്തുകൾ അതും നിർണായകമാണ്. കാരണം ഈ ഒരു 6 പഞ്ചായത്തുകൾ എണ്ണി, അത് 8 റൗണ്ടുകൾ കഴിയുന്ന ഒരു സമയത്ത് 2 മുന്നണികൾക്കും തമ്മിലുള്ള ലീഡിൽ വലിയ വ്യത്യാസമില്ലെങ്കിൽ ഈ ഏറ്റവും പ്രധാനപ്പെട്ട തിരുവില്ലാമര, മുള്ളൂർക്കര, അതുപോലെ തന്നെ പഴയന്നൂർ ഈ 3 പഞ്ചായത്തുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഏത് സമയവും ചാഞ്ചാട്ടമുള്ള പഞ്ചായത്തുകൾ നമുക്ക് വിശേഷിപ്പിക്കപ്പെടാം. അത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ആര് ഭരിക്കുന്നു എന്നതല്ല, അതിൻ്റെ അപ്പുറത്തേക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും വരുമ്പോൾ വരുന്ന ഒരു ചാഞ്ചാട്ടമുണ്ട് ഈ ഒരു പഞ്ചായത്തുകളിൽ. അതുകൊണ്ട് ഈ ഒരു പഞ്ചായത്തുകളിൽ ആർക്ക് വോട്ട് പിടിക്കുമെന്നത് നിർണായകമാണ്. മാത്രമല്ല ഈ ഒരു പഞ്ചായത്തിലാണ് BJP ഏറ്റവും കൂടുതൽ വോട്ട് പിടിക്കാൻ സാധ്യതയുള്ളതായി വിലയിരുത്തപ്പെടുന്നത്. തിരുവില്ലാമല അടക്കമുള്ള പഞ്ചായത്തുകളിലാണ്. തിരുവില്ലാമലയ്ക്ക് BJPക്ക് വലിയ സ്വാധീനമുള്ള മേഖലയാണ്. അവിടെ BJP പിടിക്കുന്ന വോട്ടുകൾ ആർക്കൊപ്പം എന്നതും നിർണായകമാകും. അതുകൊണ്ട് അവസാനത്തെ 3 പഞ്ചായത്തുകൾ എത്തുമ്പോൾ ഇരു മുന്നണികളുടെയും ഭൂരിപക്ഷത്തിൽ കാര്യമായ വ്യത്യാസമില്ലെങ്കിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുകയും ആര് വിജയിക്കുമെന്ന് പറയാൻ കഴിയാത്ത സ്ഥിതിയും എത്തിച്ചേരുമെന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് നമുക്ക് ഓരോ ഘട്ടത്തിലും നിർണായകമായിരിക്കും ഈ ഒരു വോട്ടെണ്ണലിൻ്റെ ഓരോ ഘട്ടത്തിലും വിധി നിർണായകമായിരിക്കും എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. എന്തായാലും വരവൂറും ദേശമംഗലവും വള്ളത്തോൾ നഗറും എണ്ണിക്കഴിയുമ്പോൾ നമുക്ക് ഏകദേശ ചിത്രം ലഭിക്കും. അവിടെ LDFന് വലിയ ലീഡ് ഉയർത്താൻ കഴിഞ്ഞാൽ LDFന്റെ ഒരു മുന്നോട്ട് പോക്ക് തന്നെയായിരിക്കും ഉണ്ടാവുക. പിന്നീട് പാഞ്ഞാള്, ചേലക്കരയും കൊണ്ടാഴിയും എണ്ണിക്കഴിയുന്ന സമയത്ത് UDFന് കാര്യമായ നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ ഒരുപക്ഷെ LDFന് വിജയിച്ച് കയറാൻ കഴിയും. ഞാൻ തിരിച്ചുവരാം ആസിഫ്, താങ്കൾക്കിലേക്ക് വരാം. ഇപ്പോൾ ലെവിൻ കെ വിജയൻ കൂടെ നമ്മോടൊപ്പം ഉണ്ട്. ലെവിൻ കെ വിജയനും ബിനിൽ ലീല സാബുവും ഉണ്ട്. അവിടെ നിന്ന് ചേലക്കരയിൽ നിന്ന്. ചേലക്കര വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ ആസിഫ് അതിൻ്റെ പ്രധാനപ്പെട്ട വിവരങ്ങൾ നൽകിക്കഴിഞ്ഞു. ചേലക്കരയിലെ വിശദാംശങ്ങളിലേക്ക്, അതിൻ്റെ മറ്റു കാര്യങ്ങളിലേക്ക് ലെവിൻ കെ വിജയനിലേക്ക് പോകുന്നതിന് മുമ്പ് ഒന്നുകൂടെ സ്ക്രീൻ കൃത്യമായിട്ട് നോക്കുക. ഇതിനകത്ത് മുഴുവൻ വിവരങ്ങളും നമുക്ക് കാണാം, ഇവിടെ ലഭ്യമാകും. താഴെ മഹാരാഷ്ട്രയിലെയും ജാർഖണ്ഡിലെയും വിധി അവിടെ വോട്ടെണ്ണൽ ആരംഭിച്ചാൽ ഉടൻ അതിൻ്റെ നമ്പേഴ്സ് ഡിജിറ്റ് പുറത്തേക്ക് വന്നാൽ ഉടൻ തന്നെ നമ്മുടെ സ്ക്രീനിലേക്ക് ആ വിവരം വരും. അതുകൊണ്ട് നിശ്ചയമായിട്ടും മഹാരാഷ്ട്രയിലെ മഹാവികാസ് അഘാഡിയാണോ മഹായുതിയാണോ മുന്നിട്ട് നിൽക്കുന്നത് എന്ന് സംബന്ധിച്ചുള്ള അതിനകത്ത് തന്നെ പാർട്ടികൾ, ഈ പറയുന്ന ദേശീയ പാർട്ടികളിലെ പ്രധാനപ്പെട്ട കോൺഗ്രസും BJPയും അതുപോലെ 2 പാർട്ടികൾ ശിവസേനയും മറ്റും പിരിഞ്ഞ
ശിവസേന NCPയും രണ്ട് പാർട്ടികൾക്ക് അകത്തുണ്ടായ പ്രശ്നങ്ങളിൽ ഈ രണ്ട് പാർട്ടികൾ പിരിഞ്ഞു നിൽക്കുന്ന രണ്ട് ഫാക്ഷൻസ് ഏത് നിലക്ക് വോട്ടും ഭൂരിപക്ഷവും നേടും അല്ലെങ്കിൽ സീറ്റുകളും നേടും എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ നമുക്ക് താഴെ തന്നെ അറിയാനാകും. മുകളിൽ നമുക്ക് കാണാം ഈ വോട്ടെണ്ണൽ 8 മണി മുതൽ ആദ്യ ഫലസൂചനകൾ 8:30 എന്നൊക്കെ എഴുതി കാണിക്കുന്നിടത്ത് മുഴുവൻ നേരവും നമ്മൾ കാണുക. ആ നേരത്ത് കാണുക നമ്മുടെ 3 പ്രധാനപ്പെട്ട മണ്ഡലങ്ങളുടെ വോട്ട് വിവരമായിരിക്കും. ആ നമ്പർ അവിടെ നിന്ന് മാറുകയേയില്ല. ഇപ്പോൾ നമ്മൾ എഴുതി കാണിച്ചിരിക്കുന്നത് അത് മുകളിലേക്ക് മാറുകയാണ് ചെയ്യുക. മുഴുവൻ നേരവും അറിയാവുന്ന ഈ 3 കാര്യങ്ങൾ, അതായത് ഈ വയനാട്, ചേലക്കര, പാലക്കാട് എന്നീ മണ്ഡലങ്ങളിൽ എത്ര വോട്ടിന് ആരൊക്കെ മുന്നോട്ട് നിൽക്കുകയാണെന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങളായിരിക്കും മുഴുവൻ നേരവും കാണുക. ഇപ്പോൾ മാത്രമാണ് വോട്ടെണ്ണൽ ആരംഭിക്കാത്തതുകൊണ്ട് മാത്രമാണ് അവിടെ ആ കാര്യങ്ങൾ എഴുതി കാണിക്കുന്നത്. നിശ്ചയമായിട്ടും അവിടെ ഈ ഡിജിറ്റ് പൂർണ്ണ നേരവും അവിടെ ഇങ്ങനെ പുതുക്കപ്പെട്ടുകൊണ്ട് നിൽക്കുകയാണ് ചെയ്യുക. ഈ വോട്ടെണ്ണൽ 8 മണി മുതൽ എന്ന തരത്തിലുള്ള ടെക്സ്റ്റ് പിന്നീട് വളരെ പ്രധാനപ്പെട്ട വാർത്തകൾ വരുമ്പോൾ, വിവരങ്ങൾ വരുമ്പോൾ അത് സ്ക്രീൻ മുഴുവൻ നിറയുന്ന വിധത്തിൽ എഴുതി കാണിക്കുകയാണ് ചെയ്യുക. ഈ കണക്ക് മുഴുവൻ നേരവും, ഈ നമ്പർ മുഴുവൻ നേരവും അവിടെ ഉണ്ടാവും. ഞങ്ങളെ മാത്രം തുറന്നു വെച്ചാൽ മതി, മുഴുവൻ വിവരങ്ങളും അറിയാം. ഇപ്പോൾ ലെവിൻ കെ വിജയൻ കൂടെ ചേരുന്നു. ലെവിന്, ചേലക്കരയിലേത് പാലക്കാട്ടേത് അതിശക്തമായുള്ള ത്രികോണ മത്സരമായതുകൊണ്ട് ആ നിലക്കുള്ള ഒരു പ്രാധാന്യം എല്ലാവരും കൊടുക്കുന്നുണ്ട്, കൂടുതൽ പ്രാധാന്യമുണ്ടെന്ന് പറയാം. പക്ഷേ ചേലക്കരയിലേത് എന്ത് സംഭവിക്കുമെന്നത് സംബന്ധിച്ച് നല്ല ആശങ്ക എല്ലാവർക്കും ഉണ്ട്. അതായത് ഇടതുപക്ഷത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കോട്ടയാണ് എന്ന് പറയുമ്പോൾ തന്നെയും രമ്യ ഹരിദാസ് അവിടെ വലിയ മത്സരം കൊടുത്തിട്ടുണ്ട്. കോൺഗ്രസ് വലിയ തോതിലുള്ള സംഘടനാ പ്രവർത്തനം അവിടെ നടത്തിയിട്ടുണ്ട്, പ്രചാരണ പ്രവർത്തനം അവിടെ നടത്തിയിട്ടുണ്ട്. ഇത് വരാനിരിക്കുന്ന നിയമസഭയുടെ കൂടെ ഒരു ഫലസൂചനകൾ നൽകുന്ന തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് ആ നിലക്കുള്ള വലിയ അധ്വാനം എല്ലാവരും അവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പൂർണ്ണമായിട്ട് ഒരു വിജയപ്രതീക്ഷ അല്ലല്ലോ LDFനുള്ളത്. ആശങ്കയില്ലേ? ഏത് നിലക്കാണ് കാര്യങ്ങൾ കാണേണ്ടത്? സനീഷ്, തീർച്ചയായും നിയമസഭയുടെ ഒരു സെമി ഫൈനൽ എന്ന് വിശേഷിപ്പിക്കാവുന്ന തരത്തിൽ ആണ് ഇപ്പോൾ ചേലക്കര മാത്രം പരിശോധിച്ചാൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാകുക. കാരണം അത്രയും ശക്തമായ പ്രചാരണവും തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളുമാണ് മുന്നണികൾ എല്ലാവരും തന്നെ നടത്തിയിട്ടുള്ളത്. അത് വിജയപ്രതീക്ഷ സജീവമായി വെച്ച് പുലർത്തുന്ന LDF ആണെങ്കിലും UDF ആണെങ്കിലും വലിയ തോതിൽ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാനാവുമെന്ന് പ്രതീക്ഷിക്കുന്ന NDA ആണെങ്കിലും ഒരു പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് ഏത് വിധേന നേരിടുന്നു അതേ നിലയിലുള്ള സംവിധാനങ്ങളെല്ലാം ഒരുക്കിക്കൊണ്ട് സജ്ജീകരണങ്ങളെല്ലാം ഒരുക്കിയാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം അക്കാര്യം നമുക്ക് കാണാനായതാണ്. ഏതായാലും ആ പോരാട്ടത്തിൻ്റെ വീറും വാശിയും നമ്മൾ നേരിട്ട് അനുഭവിച്ചവർ കൂടിയാണ്. അതിൻ്റെ അവസാനം ഇന്ന് അല്പം മണിക്കൂറുകൾക്കകം തന്നെ നമുക്കതിൻ്റെ ആദ്യ ഫലസൂചനകൾ നൽകിക്കൊണ്ട് നമുക്ക് തുടങ്ങാനാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ചെറുതുരുത്തി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പോളിംഗ് സ്റ്റേഷനിലാണ് ഞാനുള്ളത്. ഇവിടെ വോട്ടെണ്ണലിന് വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങളെല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ട്. വിവിധ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ സ്ട്രോങ് റൂം അടക്കം ഉള്ള നടപടിക്രമങ്ങൾ മാത്രമാണ് ഇനി അവശേഷിക്കുന്നത്. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ കൂടി നേരിട്ട് എത്തുന്നതോടുകൂടി സ്ട്രോങ് റൂം തുറന്ന് വോട്ടെണ്ണലിന് വേണ്ടിയുള്ള പ്രാഥമിക നടപടികൾ ആരംഭിക്കും. 1418 സർവീസ് വോട്ടുകളും ഹോം വോട്ടുകളുമാണ് ആദ്യമുള്ളത്. അതിനുശേഷം തപാൽ വോട്ടുകൾ എണ്ണും. തപാൽ വോട്ടുകൾ 3000-നടുത്ത് ഉണ്ട് എന്നുള്ളതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അതിനുശേഷമായിരിക്കും 19 ടേബിളുകളിലായി 13 റൗണ്ടുകളിലായി വോട്ട് എണ്ണൽ നടക്കുക. 13 റൗണ്ടുകളിലായി വോട്ടെണ്ണൽ നടക്കുമ്പോഴും ആദ്യ 3 റൗണ്ടുകളിൽ തന്നെ ഫലസൂചനകളെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനാകും. അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ട്രെൻഡ് എന്താണ് എന്നുള്ള വിവരം നമുക്ക് നൽകാനാകും. ആദ്യത്തെ 3 പഞ്ചായത്തുകൾ 1 മുതൽ 13 വരെയുള്ള ബൂത്തുകൾ വരവൂർ പഞ്ചായത്താണ്. LDFന്റെ പരമ്പരാഗത ശക്തി കേന്ദ്രമാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 1167 വോട്ടിന്റെ ഭൂരിപക്ഷം വരവൂർ പഞ്ചായത്ത് LDFന് നൽകിയിട്ടുണ്ട്. 14 മുതൽ 28 വരെ 15 ബൂത്തുകൾ രണ്ടാം റൗണ്ടിൽ എണ്ണുന്നത് ദേശമംഗലം പഞ്ചായത്താണ്. അവിടെ